പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമായ കർത്താവേ, നിൻ്റെ ജീവൻ്റെ വചനം ഞങ്ങൾ കേൾക്കാൻ ഞങ്ങളുടെ കാതുകളെയും കണ്ണുകളെയും തുറക്കണമേന്നും ഈ വചനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന മക്കളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ തിന്മയുടെ അന്ധകാര പൈശാചിത്യങ്ങൾ നീങ്ങിപ്പോണമെന്നും വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തണമെന്നും പിതാവായ ദൈവമേ, അവിടെ നയിച്ച വചനം പുത്രൻ മഹത്വപ്പെടുവാൻ അവനെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തിയ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശുനാഥൻ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നമ്മൾ ഒരാഴ്ചയായിട്ട് പുറപ്പാട് പുസ്തകത്തിൽ നിന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 1-ാം അധ്യായം മുതൽ ഇന്ന് 9-ാമത്തെ അധ്യായമാണ് വായിക്കുന്നത്. ഈ 9 അധ്യായത്തിലും എഴുതിയിരിക്കുന്നത് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ഒരാഗ്രഹമാണ്. യേശുവിൻ്റെ നാടായ ഇസ്രായേൽ, അവിടുത്തെ ജനത്തെ ഈജിപ്ത് രാജാവ് അടിമയായി വെച്ചിരിക്കുകയാണ്. അവരുടെ നിലവിളിയും കണ്ണീരും പ്രയത്നവും എല്ലാം നമ്മൾ ദൈവമായ കർത്താവ് കാണുന്നു. കർത്താവിനെ അത് സഹിക്കാൻ വയ്യ. കാരണം അവർ കണ്ണീരോടെയാണ് നമ്മുടെ ദൈവമായ കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്. പറവ എത്ര തന്നെ മോശയും അഹറോനും പറഞ്ഞിട്ടും അവരെ വിടുന്നില്ല. അവരെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അടിമപ്പണി ചെയ്യിക്കുകയാണ് അവരെ കൊണ്ട്. അത് കർത്താവിന് ഇഷ്ടമല്ല. കർത്താവ് പല പ്രാവശ്യവും അവനുമായി മോശ സംസാരിക്കുന്നുണ്ട് പറവയോട്. അവൻ വിടില്ല, അവൻ ശ്രദ്ധിച്ചില്ല, അവൻ കേട്ടില്ല, വചനമൊക്കെ അവൻ തള്ളിക്കളയുന്നു. അങ്ങനെ കർത്താവ് അവൻ്റെ മുമ്പിൽ പല പല അടയാളങ്ങളും നാശത്തിൻ്റെ അടയാളങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടും പറവോയുടെ ഹൃദയം കഠിനമാകുന്നതല്ലാതാണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും അവൻ തയ്യാറാവുന്നില്ല. എന്തെല്ലാമാണ് കർത്താവ് അവിടെ മഹാമാരിയെ അഴിച്ച് അവൻ്റെ രാജ്യത്തെ നശിപ്പിക്കണമെന്ന് നോക്കി ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ ദൈവമായ കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയണം. ഒറ്റ നിമിഷം കൊണ്ട് കർത്താവിനെ അവൻ്റെ ജീവൻ എടുക്കാൻ പറ്റും. പക്ഷെ അവൻ യേശു അത് ചെയ്യുന്നില്ല. എന്താണെന്നറിയാമോ? അവൻ സ്നേഹിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. സ്നേഹമാണ് യേശുനാഥൻ. ആ സ്നേഹമാണ് നമ്മുടെ കുടുംബ ജീവിതത്തിലേക്കും സഹോദര ബന്ധങ്ങളിലേക്കെല്ലാം കടന്നു വരേണ്ടത്. യേശുനാഥൻ അവനെ പല വിധത്തിലും മഹാമാരികൾ അഴിച്ച് അവരെ വിടിവിക്കാൻ നോക്കുന്നുണ്ട്. അവൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവസാന നിമിഷം അവൻ കേൾക്കാത്ത പോലെ മോശയുടെയും അഹറോൻ്റെയും മുമ്പിൽ നിന്നും നീങ്ങിപ്പോവുകയാണ്. കർത്താവിൻ്റെ വാക്ക് അവൻ കടുക് മണിയോളം വില കൊടുക്കുന്നില്ല. ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനമാണ് ധ്യാനിക്കുന്നത്. ഇവിടെ പല സ്ഥലങ്ങളിലും പറവോ സമ്മതിക്കുന്നുണ്ട്, വിടാം ചെയ്യാം. പക്ഷേ അവസാന നിമിഷം പറവോ അത് സാധിച്ചു കൊടുക്കില്ല. മോശ വിശ്വസിച്ച് മോശ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് മോശയുടെ പ്രാർത്ഥന കേട്ട് ആ മഹാമാരിയെ ഇല്ലാതെയാക്കി. എന്നാൽ അത് സാധിച്ചു കഴിയുമ്പോഴോ പറവോ അവൻ്റെ ഹൃദയം കഠിനമാക്കി അവനത് കേൾക്കാത്ത വിധം
അവനിൽ നിന്ന് പോവുകയാണ്. നീ ആദ്യത്തെ പോലെ ചെയ്യരുതെന്നെല്ലാം മോശ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവന് പ്രശ്നമല്ല. കാരണം അവൻ ഒരു ക്രൂരനാണ്. അവന് സ്നേഹമില്ല, അവനിൽ ദൈവാരാധനയില്ല. ദൈവ ആരാധനയില്ലാത്ത വ്യക്തിക്ക് ഹൃദയം കഠിനമായിരിക്കും, അവന് സ്നേഹം ഉണ്ടാകില്ല. എവിടെ ദൈവാരാധനയുണ്ടോ അവിടെ സ്നേഹം ഉണ്ടാവും. എവിടെ കർത്താവിൻ്റെ ആരാധനയുണ്ടോ അവിടെ ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കും. എവിടെ കർത്താവിൻ്റെ വചന പ്രഘോഷണമുണ്ടോ അവിടെ ഭക്ഷണം കൊടുക്കും. എവിടെ കർത്താവിൻ്റെ ബലിപീഠമുണ്ടോ അവിടെ 3 കാര്യങ്ങളുണ്ടാവും. 1 ഹോസ്പിറ്റൽ, 2 പോലീസ് സ്റ്റേഷൻ, 3 സ്കൂൾ. ഇത് ഒരു മനുഷ്യന് അത്യാവശ്യമാണെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് എവിടെ ബലി അർപ്പണ ദേവാലയങ്ങളുണ്ടോ അതിന് ചുറ്റും ഈ 3 സ്ഥാപനങ്ങളുണ്ടാവും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശു ആരാധന. വചനം ശ്രവിക്കാം. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യം. കർത്താവ് മോശയോട് വീണ്ടും അരുൾ ചെയ്തു. വീണ്ടും അരുൾ ചെയ്തു. ഒന്നുകൂടെ വായിക്കാം. കർത്താവ് മോശയോട് വീണ്ടും അരുളി ചെയ്തു, നീ ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയുക. എന്താണ് പറയേണ്ടത്? കർത്താവിൻ്റെ ഒറ്റ ആഗ്രഹമാണ്, എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ നീ വിട്ടയക്കുക. ഫറവോ വിടില്ല. ഫറവോ വിടില്ല. ദൈവമായ കർത്താവ് മഹാമാരി അയച്ച് അവൻ്റെ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേദനിക്കുന്നതും അത് നശിച്ചു പോകുന്നതും പാവപ്പെട്ട ജനമാണ്, ഈജിപ്തിലെ. ഹല്ലേലൂയ. പറയുക, എബ്രായരുടെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക. കർത്താവിൻ്റെ ഒരൊറ്റ വാക്ക് അതേ ഉള്ളൂ. എന്നെ ആരാധിക്കാൻ മരുഭൂമിയിലേക്ക് എൻ്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ നീ പിടിച്ചെടുത്തിരിക്കുന്നവരെ വിട്ടയക്കുക. നീ ഇനിയും അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ച് തടഞ്ഞു നിർത്തിയാൽ, കർത്താവ് വാണിംഗ് കൊടുക്കാൻ തുടങ്ങി. ഇനിയും നീ അവരെ വിടാം എന്നൊക്കെ പറഞ്ഞ് തടഞ്ഞു നിർത്തിയാൽ, യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവിൻ്റെ കരം വയലിലുള്ള നിന്റെ മൃഗങ്ങളുടെ മേൽ വരും. വയലിൽ പറവയുടെ മൃഗങ്ങൾ ഉണ്ട്, ഒരുപാടുണ്ട്. ആട്, മാട്, ഒട്ടകം, കഴുത, കുതിര. അവരുടെ മേൽ വരുമെന്ന് കർത്താവ് അടുത്ത മഹാമാരി വിടാൻ പോവുകയാണ്. എന്തൊക്കെയാണ് നോക്കിക്കോ. ഹല്ലേലൂയ. കുതിര, കഴുത, ഒട്ടകം, കാള, ആടുകൾ എന്നിവയുടെ മേൽ നിപതിക്കും. എന്നിവിടെ മേൽ ഞാൻ വിടാൻ പോകുന്ന മഹാമാരി നിപതിക്കും. എന്തുകൊണ്ടാണ്? എൻ്റെ ജനത്തെ എന്നെ ആരാധിക്കാൻ മരുഭൂമിയിലേക്ക് വിടാത്തതിൻ്റെ കാരണത്താൽ നിന്റെ മൃഗങ്ങളുടെ മേൽ ഞാൻ അയക്കാൻ പോകുന്ന മഹാമാരി നീ നിന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് മോശ വഴി പറയും. ഹല്ലേലൂയ. ആട് എന്നിവയുടെ മേൽ നിവദിക്കും. അവയെ മഹാമാരി ബന്ധിക്കും. മഹാമാരി കർത്താവ് അഴച്ച് അവരുടെ മേൽ ബന്ധിക്കും. 4-ാം വാക്യം. ഇസ്രായേൽക്കാരുടെയും ഈജിപ്തുകാരുടെയും മൃഗങ്ങൾ തമ്മിൽ കർത്താവിന് ഭേദം കൽപ്പിക്കും. ഇസ്രായേൽക്കാരുടെ ഒന്നുപോലും നശിക്കുകയില്ല. അവിടെ ഇപ്പോൾ ഈജിപ്തുകാരും ഉണ്ട്, ഇസ്രായേൽക്കാരും ഉണ്ട്. പക്ഷേ ഈജിപ്തുകാരുടെ മാത്രമേ അവൻ നശിപ്പിക്കുള്ളൂ. ഫറവോയുടെ ആൾക്കാരുടെ മൃഗങ്ങളെ നശിപ്പിച്ചുള്ളൂ. എന്നാൽ ഇസ്രായേലിൻ്റെ
മൃഗത്തെ ഒന്നിന് പോലും ചാകാൻ കർത്താവ് ഇടവരുത്തുകയില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ടെങ്കിലും, അടുത്തടുത്ത് കാളെ, മാട്, ആട്, ഒട്ടകമൊക്കെ ഉണ്ടെങ്കിലും ഇസ്രായേൽക്കാരുടെ ആണെന്നുണ്ടെങ്കിൽ അത് കർത്താവ് തൊടില്ല. അപ്പോൾ കർത്താവിൻ്റെ ആ കണ്ണിൻ്റെ പ്രകാശം നോക്കിക്കേ, കണ്ണിൻ്റെ ആ ദൂര കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈജിപ്ത് പറവയുടെ ആൾക്കാരുടെ മാത്രമേ നശിപ്പിക്കുകയുള്ളൂ. നമുക്കിവിടെ കാണാൻ പറ്റും. 5-ാം വാക്യം, കർത്താവ് നാളെ ഈ രാജ്യത്ത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സമയവും നിശ്ചയിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് അതിന് സമയവും നിശ്ചയിച്ചു. ഈ സമയത്ത് ഞാൻ വിടും. അതെന്തായിരിക്കും വിടുന്നത്? അത് കർത്താവിന് മാത്രമേ അറിയാൻ പാടുള്ളൂ. കർത്താവ് ആ സമയത്ത് മോശയോട് കൽപ്പിക്കും. അവൻ അതുപോലെ ചെയ്യും. ആ മഹാമാരി മൃഗങ്ങളുടെ മേലും മനുഷ്യരുടെ മേലും വീണ് വ്രണമായി മാറും. ഹല്ലേലൂയ. അടുത്ത ദിവസം തന്നെ കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു. അടുത്ത ദിവസം, പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം കർത്താവ് പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു. എന്തായിരുന്നു ആ മഹാമാരി? ഈജിപ്തുകാരുടെ മൃഗങ്ങളെല്ലാം ചത്തു തുടങ്ങി. ആരുടെ മൃഗങ്ങളാണ്? ഈജിപ്തുകാരുടെ മൃഗങ്ങൾ. അവയെല്ലാം ചത്തു തുടങ്ങി. എന്നാൽ ഇസ്രായേൽക്കാരുടെ മൃഗങ്ങളിൽ ഒന്നുപോലും ചത്തില്ല. നോക്കിയേ, ഒന്നുപോലും ചത്തില്ല. ഇസ്രായേൽക്കാരുടെ ഒരു മൃഗം ഒന്നുപോലും ചാകുകയോ നഷ്ടപ്പെട്ടു പോവുകയോ യേശുനാഥൻ അനുവദിച്ചില്ല. ഇത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരു പാഠമാണ്. നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നതെങ്കിലും നമ്മൾ ഓരോരുത്തരും ഇസ്രായേൽ മക്കളാണ്. അവനോട് ചേർന്ന് നിന്നാൽ ഒരു മഹാമാരിയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല. കാരണം കണ്ണിലെ കൃഷ്ണമണി പോലെ ജീവിക്കുന്ന ദൈവമായ കർത്താവ് നമ്മളെ പോറ്റി വളർത്തും. ഹല്ലേലൂയ. ഫറവോ ആളയച്ചു അന്വേഷിച്ചപ്പോൾ ഇസ്രായേൽക്കാരുടെ കന്നുകാലികളിൽ ഒന്നുപോലും ചത്തില്ല. പ്രത്യേകം എഴുതി വെച്ചേക്കാണ്. ഹല്ലേലൂയ. 7-ാം വാക്യത്തിൽ ഇസ്രായേൽക്കാരുടെ കന്നുകാലികൾ പ്രത്യേകം എഴുതിയാണ്. കന്നുകാലികൾ ഒന്നുപോലും ചത്തില്ല. ഈജിപ്തുകാരുടെ മുഴുവനും ചത്തുപോയി, ചീഞ്ഞ് ദുർഗന്ധം എന്നറിഞ്ഞ്, അതിനാൽ അവൻ്റെ ഹൃദയം നോക്കി വീണ്ടും കഠിനമായി. അവൻ ജനത്തെ വിട്ടയച്ചില്ല. എത്ര പ്രാവശ്യമായി അല്ലേ വിട്ടുകഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവ് ആ മോശ വഴി പറവയോട് ദാഹിക്കണം. അല്പമെങ്കിലും സ്നേഹമുണ്ടോ ഈ പറവയ്ക്ക്? ആരാണ് പറയണത്? ദൈവമായ കർത്താവാണ് കൽപ്പിക്കുന്നത്. അവൻ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ കർത്താവ്? ഞാൻ അവനെ അറിയുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഇവരെ വിടണം? ഞാൻ വിടില്ല. കാരണം പറവയുടെ കീഴിൽ ഒരു ദൈവാരാധനയില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ജനത്തെയും അവനും ആ നാട്ടിൽ മഹാമാരി അയച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. 8-ാം വാക്യം, കർത്താവ് മോശയോടും അഹരോനോടും അരുളി ചെയ്തു. എന്താണ് അരുളി ചെയ്യുന്നത്? സൂക്ഷിച്ചു കേട്ടാ. ചൂളയിൽ നിന്നും കൈ നിറയെ ചാരം വാരുക. ചാരം, അടുപ്പ് പുറത്ത് കത്തിക്കുന്ന അടുപ്പുണ്ടല്ലോ, അതിൽ നിന്നും ചാരം, കത്തിയ വിറകിൻ്റെ ചാരം നീ കൈ നീട്ടി വാരുക. പറവോ കാണെ മോശ അത് ആകാശത്തിലേക്ക് വിതരട്ടെ. യേശുനാഥൻ പറയുന്നു മോശയോട്, നീ ആ ചാരം വാരി പറവയുടെ അടുക്കൽ ചെല്ലുക. അവൻ കാണുക, അവൻ്റെ മുൻപിൽ വെച്ചിട്ട് നീ ഇത് ആകാശത്തിലേക്ക് എറിയുക, വിതറുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. വിതറട്ടെ. അത് ഈജിപ്ത്
രാജ്യം മുഴുവൻ, ഈജിപ്ത് രാജ്യം മുഴുവൻ, ഒരു സ്ഥലമല്ല, എവിടെയൊക്കെ ഈജിപ്ത് എന്ന് പേരുണ്ട് അവിടെ മുഴുവനും ധൂളി വ്യാപിക്കും. അത് രാജ്യമാസകലമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദേഹത്ത് പൊട്ടിയൊലിക്കുന്ന വൃണ്ണങ്ങളുണ്ടാകും. ആ ചാരം ഇങ്ങനെ വീശിയപ്പോൾ ഈജിപ്റ്റ് മുഴുവനും കർത്താവ് അത് ഊതി ഞങ്ങൾ വിട്ടു. അപ്പോൾ എല്ലാവരുടെയും മേത്തും, കന്നുകാലികളുടെയും മൃഗങ്ങളുടെയും ഒട്ടകം, ആട്, ആട്, എല്ലാത്തിൻ്റെയും മനുഷ്യരുടെ മേൽ ഈ ചാരം പോയി ഇങ്ങനെ കാറ്റ് വീഴുമ്പോൾ അവിടെ ഒരു വൃണ്ണമായിട്ട് മാറിയിരുന്നു ശരീരത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു അവസ്ഥയാണല്ലേ. ആര് കാരണം? ഫറവോ കാരണം, ക്രൂരനായ ഫറവോ കാരണം. ഇസ്രായേൽ ജനത്തെ വിടില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന ഫറവോയുടെ ഈ കടും പിടുത്തം കാരണം പാപം ജനം വലയുകയാണ് രോഗത്താൽ. ഇപ്പോൾ മനുഷ്യരുടെ മേലും ഈ ചാരം വീണു അവിടെ വൃണ്ണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഫറവോ കാണെ മോശ അത് ആകാശത്തിലേക്ക് വിതറി. രാജ്യം മുഴുവൻ, അത് രാജ്യമാസകലമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദേഹത്ത് പൊട്ടിയൊലിക്കുന്ന വൃണ്ണങ്ങൾ ഉണ്ടായി. ശരീരത്ത് പൊട്ടിയൊലിക്കുന്ന വൃണ്ണങ്ങൾ. അതിൽ മരുന്നുണ്ടാവില്ല. കാരണം മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. എന്താണത്? അത് കർത്താവ്, ജീവിക്കുന്ന ദൈവമായി കർത്താവ് വിട്ട ഒരു കൊറോണ എന്ന് പറയാം. അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. ചൊറിഞ്ഞ് അവിടെ പൊട്ടിയൊലിക്കും. ഹല്ലേലൂയ. അതനുസരിച്ച് അവർ ചൂളയിൽ നിന്നും ചാരമെടുത്തുകൊണ്ട് ഫറവോയുടെ മുൻപിൽ എത്തി. വീണ്ടും എഴുതിക്കണേണ്ട കൽപ്പന അനുസരിച്ച് അവർ ചാരം എടുത്തുകൊണ്ട് ഫറവോയുടെ മുൻപിൽ എത്തി. മോശ ചാരം അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞപ്പോൾ, അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞ് അത് മനുഷ്യരിലും മൃഗങ്ങളിലും പൊട്ടിയൊലിക്കാൻ തുടങ്ങി. അവിടെ വൃണ്ണങ്ങളുണ്ടായി. അവിടെ വേഴ്ത്ത് വീഴുന്നിടത്തൊക്കെ തൊലി പൊട്ടി ചോര ഒലിക്കാൻ തുടങ്ങി. മനുഷ്യൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ആര് കാരണമാണ്? ഈജിപ്ത് ഭരിക്കുന്ന രാജാവ് കാരണം മഹാമാരി ദൈവമായ കർത്താവ് കിട്ടിയത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാ ഈജിപ്തുകാരുടെയും മേൽ മന്ത്രവാദികളെയും വൃണങ്ങൾ ബന്ധിച്ചതിനാൽ മന്ത്രവാദികൾക്കും മോശയുടെ മുൻപിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. നാണക്കേടായിപ്പോയി. അവർ മോശയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. അവരുടെ മേത്തത് വീണപ്പോൾ ചിലപ്പോൾ ചൊറിഞ്ഞിട്ടുണ്ടാവും. മാന്തിയപ്പോഴത്തേനും അവിടെ തൊലി അങ്ങോട്ട് പോയി. പിന്നെ വൃണ്ണമായി അവിടെ പൊട്ടി ഒലിക്കാൻ തുടങ്ങി ചോര. അപ്പോൾ അവരുടെ മോശയുടെ മുമ്പിൽ ഈ മന്ത്രവാദികൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഫറവോ നിർത്തിയേക്കാണ് മന്ത്രവാദി. ഇവൻ ചെയ്യണത് എന്തും ഇവർ ചെയ്യും, മന്ത്രവാദികൾ. അത് പൈശാചിത്യമാണ്. എന്നാൽ മോശ ചെയ്യണതാ സൃഷ്ടാവായ ദൈവമായ കർത്താവിൻ്റെ വാക്കനുസരിച്ചാണ്. അത് അത്ഭുതങ്ങളും അടയാളവും സംഭവിക്കും. ഇവൻ ചെയ്യണത് സാത്താനെ വെച്ചുകൊണ്ടാണ്. അത് നടപ്പിലാകില്ല കർത്താവിൻ്റെ മുമ്പിൽ. അവരോടി അവരുടെ മുമ്പിൽ നിന്നു. 12-ാം വാക്യം. കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ അവിടുന്ന് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി. അവൻ അവരെ വാക്ക് ശ്രദ്ധിച്ചില്ല. വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറായില്ല. കണ്ട, ഇത് ഇത്രയും നടന്നിട്ടും അവൻ തയ്യാറല്ല. ആലോചിച്ച് നോക്കി. ഹല്ലേലൂയ. അനന്തരം കർത്താവ് മോശയോട് കൽപ്പിച്ചു, അതിരാവിലെ എഴുന്നേറ്റ് ഫറവോയുടെ മുൻപിൽ ചെന്ന് പറയുക. അതിരാവിലെ നീ എഴുന്നേൽക്കുക, എന്നിട്ട് ഫറവോയുടെ അടുക്കിലേക്ക് ചെല്ലുക. എന്നിട്ട് നീ പറയുക, എബ്രായരുടെ ദൈവമായ കർത്താവ്
ഇപ്രകാരം പറയുന്നു: എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക. കർത്താവ് വീണ്ടും അവനോട് ദാഹിക്കുകയാണ്. എൻ്റെ ജനം, ഇസ്രായേൽ മക്കളെ, നീ പിടിച്ചിട്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളെ എന്നെ ആരാധിക്കാൻ നീ വിട്ടയക്കുക. നീ എന്തിനിത് പിടിച്ചു നിർത്തണം? വിട്ടയക്ക്. അവൻ വിടില്ല. അവൻ്റെ ജോലി നഷ്ടപ്പെടും. അവന് പൈസ ഉണ്ടാക്കണം ഈ അടിമ ഇസ്രായേൽക്കാരെ വെച്ചിട്ട്. അവൻ വിടുന്ന പ്രശ്നമേ ഇല്ല. കർത്താവ് പറയുന്നു, വിട്ടയക്കുക. ലോകം മുഴുവനിലും എനിക്കും തുല്യനായി മറ്റൊരാൾ ഇല്ലെന്ന് നീ മനസ്സിലാക്കേണ്ടി വരും. ഈ പ്രാവശ്യം എൻ്റെ മഹാമാരികളെല്ലാം നിൻ്റെയും സേവയുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ അയക്കും. നിൻ്റെയും നിൻ്റെ ജനത്തിൻ്റെയും മൃഗങ്ങളുടെയും എല്ലാവരുടെ മേലും ഈ പ്രാവശ്യം ഞാൻ അയക്കും. നീയും ചൊറിയുക, നീയും നിൻ്റെ ശരീരവും പൂർണ്ണമാകട്ടെ. കർത്താവിന് കോപം വരാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ കരം നീട്ടി നിന്നെയും ജനത്തെയും മഹാമാരിയിൽ പ്രകരിച്ചിരുന്നെങ്കിൽ നീ ഇതിനകം ഭൂമിയിൽ നിന്നും തുടച്ച് നീക്കപ്പെടുമായിരുന്നു. എന്താ കർത്താവ് പറയണമെങ്കിൽ, ഞാൻ ഇതിനകം ഭൂമിയിൽ നിന്നും തുടച്ച് നീക്കപ്പെടാമായിരുന്നു. യേശുവിനത് ചെയ്യാമായിരുന്നു. പക്ഷേ യേശു അത് ചെയ്യുന്നില്ല. കാരണം അവൻ സ്നേഹമാണ്. സ്നേഹത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി ഈ ജനത്തെ വിട്ടയക്കാൻ, സമാധാനത്തോടെ വിട്ടയക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷേ ഫറവോ ഓരോ അത്ഭുതങ്ങളും ഇങ്ങനെ കാണുമ്പോൾ അവസാനം അവൻ്റെ ഹൃദയം കഠിനമായി വിടില്ലെന്ന് പറഞ്ഞിട്ട് അവൻ മോശയുടെയും അഹ്റോൻ്റെ മുമ്പിൽ നിന്നും നീങ്ങിപ്പോവുകയാണ്. എൻ്റെ ശക്തി കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവനിലേക്ക് വലിച്ചത്. എന്താണ് കർത്താവ് എഴുതിയേക്കണേ നോക്കിയേ. എൻ്റെ ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും എനിക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവനിലേക്ക് നടത്തിയത്. എൻ്റെ ജനത്തെ വിട്ടയക്കാതിരിക്കാത്ത വിധം നീ ഇനിയും അവരുടെ നേരെ അഹങ്കാരം പ്രകടിക്കുമോ? യേശു ചോദിക്കുന്നു, മോശയോട് പറയും, നീ അവരുടെ നേരെ അഹങ്കാരം പ്രകടിക്കുമോ? ഈജിപ്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത വിധം കഠിനമായ കന്മഴ നാളെ നീ ഈ സമയത്ത് ഞാൻ വർഷിക്കും. അടുത്ത മഹാമാരി വിടാൻ പോയിണ്. എന്താണ്? കന്മഴ വിടാൻ പോയിണ്. അടുത്തത് എത്തൊക്കെയല്ലേ കർത്താവ് കിട്ടതല്ലേ. നമ്മൾ ഒന്ന് മുതൽ ഇങ്ങോട്ട് കാണുമ്പോൾ നമ്മൾ കോരിത്തരിക്കും. ഈ ഇസ്രായേൽ മക്കളെ വിട്ടുതരാൻ വേണ്ടി യേശു ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങൾ കാണുന്തോറും അവൻ്റെ ഹൃദയവും ആത്മാവും കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് വിടാൻ പോണത് കന്മഴ. ആകയാൽ ഉടനെ ആളയച്ച് കന്നുകാലികളടക്കം വയലിലുള്ളവയെ എല്ലാം സൂര്യന് സ്ഥാനങ്ങളിൽ എത്തിക്കുക, സുരക്ഷിതമായ സ്ഥലങ്ങളിൽ എത്തിക്കുക. വയലിൽ ഓപ്പണായിട്ടുള്ള ഏരിയയിലൊന്നും നിങ്ങളെ നിർത്താൻ പാടില്ല. കാരണം കന്മഴ പെയ്യാൻ വേണം. അത് തീമഴയായിരിക്കും, ചിലപ്പോൾ കത്തി ജ്വലിച്ചു പോകും ജീവനോടെ. അതുകൊണ്ട് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഇവയെല്ലാം വീടിനുള്ളിൽ എവിടെയെങ്കിലൊക്കെ മാറ്റി പാർപ്പിക്കുക. യേശുവേ നന്ദി, യേശുവേ ആരാധന. എന്തെന്നാൽ വീട്ടിൽ എത്തിക്കാതെ വയലിൽ നിൽക്കുന്ന സകല മനുഷ്യരുടെയും മൃഗങ്ങളുടെ മേൽ കന്മഴ പെയ്യുകയും അവയെല്ലാം ചത്തുപോവുകയും ചെയ്യും. കർത്താവ് ചെയ്യണം. ഈ കന്മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൃഗങ്ങളൊക്കെ ചത്തുപോകും. ആട്, മാട്, കോഴി, ഒട്ടകം ഒക്കെ ചത്തുപോകും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തിൽ നിർത്തുക. കർത്താവ് മുൻകൂട്ടി പറഞ്ഞിട്ടാണ് ചെയ്യാൻ പോണത്. ഹല്ലേലൂയ. ഫറവോയുടെ സേവകരിൽ കർത്താവിൻ്റെ വാക്കിനെ ഭയപ്പെട്ടവർ
താങ്കളുടെ ദാസരെയും മൃഗങ്ങളെയും വേഗം വീടുകളിലെത്തിച്ചു. വേഗം അത് കേട്ട ഉടനെ അവരവർ ഈജിപ്തുകാരുടെ എല്ലാ വീടുകളിലും അത് എത്തിച്ച് സുരക്ഷിതമാക്കി. അല്ലെങ്കിൽ അതുങ്ങളൊക്കെ ചത്തുപോകും. അതുകൊണ്ടൊക്കെ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ടാവും. അപ്പോൾ കർത്താവ് മുൻകൂട്ടി പറയുന്നു, നാളെ സമയം നിശ്ചയിച്ചിരിക്കുകയാണ്, ആ സമയത്ത് കന്മഴ പെയ്യും, അപ്പോൾ അതുങ്ങളൊക്കെ ചത്തുപോകും. അതിന് മുമ്പേ നിങ്ങൾ സുരക്ഷിതമായി അതിൻ്റെ സ്ഥലത്തേക്ക് എത്തിക്കുക. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 21-ാം വാക്യം. എന്നാൽ കർത്താവിൻ്റെ വാക്കിനെ ഗൗനിക്കാതിരുന്നവർ താങ്കളുടെ ദാസരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ നിർത്തി. ഇതൊന്നും കേട്ടിട്ടൊന്നും മറ്റുള്ളവർക്കും കുശലില്ല. അവരാ വയലിൽ തന്നെ നിർത്തി. ആലോചിച്ച് നോക്കി, കർത്താവ് ഒരു മുൻകൂട്ടി കൊടുക്കുന്നുണ്ട്, പക്ഷെ അവരത് ഗൗനിച്ചില്ല. അവർക്കത് ഹല്ലേലൂയ, അവരവിടെ തന്നെ അത് നിർത്തി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഗവനിച്ചില്ല, വയലിൽ തന്നെ നിർത്തി. 22-ാം വാക്യം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ കൈ ആകാശത്തിലേക്ക് നീട്ടുക, ഈജിപ്ത് രാജ്യങ്ങളുടെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വയലിലെ ചെടികളുടെയും മേൽ കന്മഴ പെയ്യട്ടെ. ഹല്ലേലൂയ. കന്മഴ അഴിച്ച് എന്തൊക്കെ വിട്ടു നോക്കി. ആദ്യമല്ലേ പാമ്പുകളെ ഇട്ടു നോക്കി, അതിലവൻ മടങ്ങുന്നില്ല. വെള്ളം രക്തമാക്കി മാറ്റി, അതിലവൻ വീഴുന്നില്ല. തവള പെരുകി, അതിലവൻ വണങ്ങിയില്ല. കുളത്തിലും വെള്ളത്തിലെല്ലാം മീൻ ചത്തുപൊങ്ങി ദുർഗന്ധം വന്നു, അതിലും വണങ്ങിയില്ല. ഈച്ചയഴിച്ച്, അതിലും വണങ്ങിയില്ല. പേന അഴിച്ചു, അതിലും വണങ്ങിയില്ല. ഇവിടെ ഇപ്പോൾ കന്മഴ പെയ്ച്ചു, അതിലും വഴങ്ങുന്നില്ല. മഹാമാരി അയച്ച് അവിടെ ദേഹത്ത് വ്രണങ്ങൾ വരാൻ തുടങ്ങി, ഒന്നിനും പറവ വണങ്ങുന്നേയില്ല. അവൻ പിടിച്ചെടുത്ത ആളെ അവൻ വിടുന്ന പ്രശ്നമേ ഇല്ല. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിതാവായ ദൈവമേ, സൃഷ്ടാവായ പുത്രൻ്റെ ജീവൻ്റെ വചനം ഞങ്ങൾ കേൾക്കാൻ ഞങ്ങളുടെ കാതുകളെയും മനസ്സിനെയും ജ്വലിപ്പിക്കണമേന്നും 1, 2, 3 പ്രാവശ്യം കേൾക്കുമ്പോൾ അതിൻ്റെ പൊരുൾ തിരിച്ചറിയുവാൻ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ അതേപടി ഇരിക്കും, അഴുകിയാൽ അത് 100 മേനി ഫലം പ്രകടിപ്പിക്കും അരുളി ചെയ്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവേ, നിൻ്റെ ഗോതമ്പ് വിത്തായി ഈ വചനം ഞങ്ങളുടെ കാതുകളെയും ഹൃദയങ്ങളെയും തുറക്കണമേന്നും സ്നേഹം പെരുമഴ 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 പോലെ ഭാര്യ ഭർത്താക്കും മക്കളുടെ മേൽ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം പൂജിതാളമേ, രാജ്യമനമേ, ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങളുടെ ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാവം ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും യേശുവേ അങ്ങയുടേതാവുന്നു. ഹല്ലേലൂയ. ബാക്കി ഭാഗം നാളെ. ആവേ മരിയ. യേശുവേ നന്ദി, യേശുവേ ആരാധന.